യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെയാണ് ഒരു രാത്രി പുലരുമ്പോഴേക്കും 3000-ലേറെ മനുഷ്യർ താമസിക്കുന്ന 500-ലധികം വീടുകൾ കർണാടകയിലെ യലഹങ്കയിൽ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള BJP നേതാക്കൾ ആവിഷ്കരിക്കുന്നതിന് സമാനമായ ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലെ ഒരു കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ വലിയ രീതിയിൽ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഈ കുടിയിറക്കപ്പെട്ട മനുഷ്യർക്ക് കൃത്യമായ പുനരധിവാസം നൽകും എന്നൊരു തീരുമാനത്തിലേക്ക് അവിടുത്തെ സർക്കാർ എത്തിച്ചേരുന്നത്. പക്ഷെ ആ സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഇപ്പോൾ 100 ദിവസം പിന്നിടുകയാണ്. അവർക്ക് ആ മനുഷ്യർക്ക് അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട ആ മനുഷ്യർക്ക് ന്യൂനപക്ഷങ്ങളാണ് ബഹുഭൂരിപക്ഷവും, ന്യൂനപക്ഷങ്ങളാണ്, അതിദരിദ്രരാണ്. ഈ അതിദരിദ്രരായ ന്യൂനപക്ഷങ്ങളായ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഈ മനുഷ്യർ ആ നിലയിൽ കുടിയിറക്കപ്പെട്ടിട്ട് ആ മനുഷ്യർക്ക് കൃത്യമായ ഒരു പുനരധിവാസം നൽകാൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞു എന്ന ചോദ്യം കേരളത്തിലെ തൊട്ട് അയൽ സംസ്ഥാനമായ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞോ എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? യലഹങ്കയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബ്യൂറോകൾ ഉണ്ടാവേണ്ടതാണല്ലോ. ഒന്ന് പോയി അന്വേഷിച്ചാൽ അത് കണ്ടെത്താൻ കഴിയുന്നതല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുനരധിവാസം സാധ്യമാക്കിയോ എന്ന ചോദ്യം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്തത്? ഒന്ന്, അവർ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി അവതരിപ്പിച്ചിട്ടുള്ള, ഇതാണ് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ നേതാവായിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത് പോലെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ BJP ശക്തമായി ആവിഷ്കരിച്ചു വരുന്ന ഈ ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ട് 3000-കണക്കിന് മനുഷ്യർ താമസിക്കുന്ന വീടുകൾ ഇടിച്ചു നിരത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ജാള്യതയുണ്ട്. എന്താ, തങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധ പോരാളിയായി അവതരിപ്പിച്ച ഒരാൾ സംഘപരിവാറിൻ്റെ അതേ നയം പിന്തുടർന്നുകൊണ്ട് മനുഷ്യരെ കുടിയിറക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ തങ്ങളുടെ മുൻ നിലപാടുകൾ റദ്ദ് ചെയ്യപ്പെട്ടു പോകുമോ എന്നൊരു ഭയം വളരെ കൃത്യമായി ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട്.